Hey all, welcome to Happy School. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കെമിക്കൽ റിയാക്ഷൻസ് ആൻഡ് ഇക്വേഷൻ എന്ന് പറഞ്ഞ ചാപ്റ്ററിലുള്ള ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സും റിവിഷൻ വൈസ് നമ്മൾ നോക്കി. ഇനി ആ ചാപ്റ്ററിൽ പ്രീവിയസ് ഇയറിൽ ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കുകയാണെങ്കിൽ നമുക്ക് ആ ചാപ്റ്ററെ കുറിച്ചൊരു എൻറ്റയർ ഐഡിയയും ആ ചാപ്റ്റർ നമ്മൾ എത്രത്തോളം പഠിച്ചു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ നമുക്ക് ഒരു 3 ഇയറിലുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഈ ചാപ്റ്ററിൽ എന്തൊക്കെയാണ് ചോദിച്ചതെന്ന് നോക്കാം. അപ്പോൾ 2025 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ആദ്യം നോക്കുന്നത്. അപ്പോൾ 2025 ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിച്ച ക്വസ്റ്റ്യൻസ് നമുക്ക് ആദ്യം നോക്കാം. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബാലൻസ് ചെയ്യാനുള്ള ഇക്വേഷൻ ആണ്. കൺസിഡർ ദ ഫോളോയിങ് കെമിക്കൽ ഇക്വേഷൻ PAl plus QH2O gives RAl2O3 plus SH2. To balance this equation, the values of P, Q, R and S are. അതായത് ഈ ഒരു ഇക്വേഷൻ ബാലൻസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്റെ കോയിഫിഷ്യൻറ്റിൽ എന്താ വരിക, ക്യു ആർ എസ് അതിൻ്റെ ഒക്കെ കോയിഫിഷ്യൻസ് എന്താ വരിക എന്നാണ് നമ്മളുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ അതെങ്ങനെ ആൻസർ ചെയ്യാൻ നോക്കാം. അപ്പോൾ നമ്മൾ ഓൾറെഡി ക്ലാസ്സിൽ എങ്ങനെയാണ് ഒരു ഇക്വേഷൻ ബാലൻസ് ചെയ്യാന്നുള്ളത് നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഇതിൻ്റെ സ്കെൽറ്റൽ ഇക്വേഷൻ എഴുതി കൊടുക്കാം. അലൂമിനിയം പ്ലസ് വാട്ടർ H2O gives അലൂമിനിയം ഓക്സൈഡ് Al2O3 പ്ലസ് H2. അപ്പോൾ ഇവിടെ നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ അലൂമിനിയം ബാലൻസ്ഡ് ആണോ അല്ലേ നോക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ LHSൽ ഒരു അലൂമിനിയം ഉള്ളൂ, RHSലാണെങ്കിൽ 2 അലൂമിനിയം ഉണ്ട്. നമ്മൾ അലൂമിനിയത്തിന് ആദ്യം ബാലൻസ് ചെയ്യണം. അപ്പോൾ ഇവിടെ 2 ആക്കാൻ വേണ്ടിയിട്ട് ഇവിടെ 2 കോയിഫിഷ്യൻ്റ് കൊടുത്താൽ 2Al ഇവിടെയും 2Al ആയി. ഇനി നമ്മൾ ഓക്സിജനെ ബാലൻസ് ചെയ്യാം. ഇവിടെ നമുക്ക് 3 ഓക്സിജൻ ഉണ്ട്, ഇവിടെ ആണെങ്കിൽ ഒരൊറ്റ ഓക്സിജനെ ഉള്ളൂ. അപ്പോൾ നമ്മളിവിടെ 3 ഇട്ട് കൊടുത്തു. അപ്പോൾ ഓക്സിജനും ബാലൻസ്ഡ് ആയി. ഇനി ഹൈഡ്രജൻ ബാലൻസ് ചെയ്യണം. ഇപ്പോൾ ഹൈഡ്രജൻ ഇവിടെ ടോട്ടൽ 6 ഹൈഡ്രജന് നമുക്ക് LHSലുണ്ട്, ബട്ട് RHSൽ നമുക്ക് 2 ഹൈഡ്രജനേ ഉള്ളൂ. അപ്പോൾ അതെങ്ങനെ 6 ആക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ 3 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ എന്തായി, ഹൈഡ്രജനും ബാലൻസ്ഡ് ആയി. ഇപ്പോൾ ടോട്ടൽ ഇക്വേഷൻ ബാലൻസ്ഡ് ആയി. അപ്പോൾ പിന്റെ സ്ഥാനത്ത് 2 ആണ് വരുന്നത്, ക്യൂവിൻ്റെ സ്ഥാനത്ത് 3 ആണ് വരുന്നത്, ആൻഡ് ആറിൻ്റെ പ്ലേസിൽ 1 ആണ് വരുന്നത്, ലൈക്ക് ഒന്നും ഇവിടെ ഇല്ല. പിന്നെ എസിൻ്റെ പ്ലേസിൽ വരുന്നത് 3 ആണ്. അപ്പോൾ നമ്മളുടെ വാല്യൂസ് വരുന്നത് 2, 3, 1, 3 എന്നാണ്. 2, 3, 1, 3 ഓപ്ഷൻ സി ആണ് നമ്മളുടെ കറക്റ്റ് ആൻസർ വരുന്നത്. ഇതിൻ്റെ ഡീറ്റെയിൽഡ് സൊല്യൂഷൻ ആണ് ഇവിടെ തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ കറക്റ്റ് ഇതാ 2, 3, 1, 3 എന്നുള്ള ഓപ്ഷൻ സി ആണ് നമ്മളുടെ ആൻസർ. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഒരു അസേർഷൻ റീസൺ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അസേർഷൻ തന്നിരിക്കുന്നത് ഡീകമ്പോസിഷൻ റിയാക്ഷൻസ് ആർ ജനറലി എൻഡോതെർമിക് റിയാക്ഷൻസ്. Reason, decomposition of organic matter into compost is an exothermic process. അപ്പോൾ ഡീകമ്പോസിഷൻ റിയാക്ഷൻ എന്താണെന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. ഡീകമ്പോസിഷൻ റിയാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരൊറ്റൊരു റിയാക്റ്റൻറ്റ് സ്പ്ലിറ്റ് ചെയ്തിട്ട് 2ഓ അതിലധികമോ പ്രൊഡക്റ്റ് ഫോം ചെയ്യുന്ന റിയാക്ഷൻസ് ആണ് ഡീകമ്പോസിഷൻ റിയാക്ഷൻ. അത് ലൈറ്റിൻ്റെ പ്രസൻസിൽ നടക്കാം, ഹീറ്റിൻ്റെ പ്രസൻസിൽ നടക്കാം, ഇലക്ട്രിസിറ്റിൻ്റെ പ്രസൻസിൽ നടക്കാം. അപ്പോൾ ജനറലി ഡീകമ്പോസിഷൻ റിയാക്ഷൻസ് എൻഡോതെർമിക് ആണെന്നാണ് പറഞ്ഞത്. എൻഡോതെർമിക് റിയാക്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹീറ്റ് ഇവോൾവ് ചെയ്യുന്ന റിയാക്ഷനാണ്. അതായത് ഹീറ്റിനെ അബ്സോർബ് ചെയ്തിട്ടുണ്ടാവുന്ന റിയാക്ഷൻസ് ആണ് എൻഡോതെർമിക് റിയാക്ഷൻസ്. ഇനി എക്സോതെർമിക് റിയാക്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ റിയാക്ഷൻ്റെ ബൈ പ്രൊഡക്റ്റ് ആയിട്ട് അല്ലെങ്കിൽ ആ റിയാക്ഷൻ്റെ പ്രൊഡക്റ്റ് ആയിട്ട് ഹീറ്റ് ഫോം ചെയ്യും, ഹീറ്റ് റിലീസ് ചെയ്യും. അപ്പോൾ ഡീകമ്പോസിഷൻ റിയാക്ഷൻ ജനറലി എൻഡോതെർമിക് ആണെന്നാണ് പറയുന്നത്. അതായത് ഹീറ്റ് അതിനാവശ്യമുണ്ട്, ഹീറ്റ് അബ്സോർബ് ചെയ്യും. പിന്നെ രണ്ടാമത്തെ റീസൺ തന്നിരിക്കുന്നത് ഡീകമ്പോസിഷൻ ഓഫ് ഓർഗാനിക് മാറ്റർ ഇൻടു കോമ്പോസ്റ്റ് ഇസ് ആൻ എക്സോതെർമിക് പ്രോസസ്. അപ്പോൾ ജനറലി ഡീകമ്പോസിഷൻ റിയാക്ഷൻ ആക്ച്വലി എൻഡോതെർമിക് ആണ്. പക്ഷേ ഒരു ബയോളജിക്കൽ പ്രോസസ്സാണ് എന്ത്, ഡീകമ്പോസിഷൻ ഓഫ് ഓർഗാനിക് മാറ്റർ എന്ന് പറയുന്നത്. ഇപ്പോൾ വേസ്റ്റ് മെറ്റീരിയൽസ് അതിൻ്റെ ഒക്കെ ഡീകമ്പോസിഷൻ നടക്കാറുണ്ട്. ബാക്ടീരിയാസ്, മൈക്രോബ്സ് എല്ലാം ഇതിനെ ഡീകമ്പോസ് ചെയ്തിട്ട് പുതിയൊരു പ്രൊഡക്റ്റായിട്ട് ഫോം ചെയ്യും. അവിടെ പ്രൊഡക്റ്റ് ഫോം ചെയ്യുന്ന സമയത്ത് ഇതൊരു എക്സെപ്ഷണൽ കേസാണ്, അവിടെ എനർജി റിലീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഡീകമ്പോസിഷൻ ഓഫ് ഓർഗാനിക് മാറ്റർ എന്ന് പറയുന്നത് എൻഡോതെർമിക് അല്ല, ആക്ച്വലി അത് എക്സോതെർമിക് പ്രോസസ്സാണ്. അപ്പോൾ ഇവിടെ അസേർഷനും റീസണും കറക്റ്റാണ്, ബോത്ത് സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റാണ്. പക്ഷേ അസേർഷൻ്റെ ഒരു കറക്റ്റ് എക്സ്പ്ലനേഷൻ അല്ല റീസൺ. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഓപ്ഷനാണ് നമ്മൾ ആൻസർ ആയിട്ട് സെലക്ട് ചെയ്യേണ്ടത്. ബോത്ത് എ ആൻഡ് ആർ ആർ ട്രൂ ആൻഡ് ആർ ഇസ് എ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ, അത് റോങ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. ബോത്ത് എ ആൻഡ് ആർ ആർ ട്രൂ ബട്ട് ആർ ഇസ് നോട്ട് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ, അതാണ് നമ്മളുടെ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ. അതിൻ്റെ സൊല്യൂഷനാണ് തന്നിരിക്കുന്നത്. നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യങ്ങളാണ്. ഡീകമ്പോസിഷൻ റിയാക്ഷൻ യൂഷ്വലി റിക്വയർ എനർജി, ഹീറ്റ്, ലൈറ്റ് ഓർ ഇലക്ട്രിസിറ്റി, മേക്കിംഗ് ദം എൻഡോതെർമിക്, ആൻഡ് കമ്പോസ്റ്റിംഗ് ഇൻവോൾവ്സ് മൈക്രോബിയൽ ബ്രേക്ക് ഡൗൺ, റിലീസിംഗ് ഹീറ്റ്. അപ്പോൾ അതൊരു എക്സോതെർമിക് പ്രോസസ്സാണ്. അപ്പോൾ ഇവിടെ ബോത്ത് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ ട്രൂ ബട്ട് ആർ ഡിസ്ക്രൈബ്സ് ആൻ എക്സെപ്ഷൻ. ഒരു ബയോളജിക്കൽ പ്രോസസ്സ് ആയതുകൊണ്ട് ഇതൊരു എക്സെപ്ഷണൽ കേസാണ്. അത് എന്താണ്, ഒരു എക്സോതെർമിക് ആണ്. സോ ഓപ്ഷൻ ബി ഈസ് ദ ആൻസർ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. How is a double displacement reaction different from a displacement reaction? Explain giving examples in the form of balanced chemical equation.
അപ്പോൾ ഡബിൾ ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷനും ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷനും തമ്മിലുള്ള ഒരു ഡിഫറൻസ് എഴുതാൻ വേണ്ടിയിട്ടാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. പിന്നെ എക്സാമ്പിൾ ആയിട്ട് ഒരു ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻസും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊരു 3 മാർക്കിനാണ് യൂഷ്വലി ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാറുള്ളത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നമ്മൾ ഒരു ടേബിളാർ ഫോമിൽ ആൻസർ ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും, ഓരോ ഡിഫറൻസും നമ്മുടെ ആൻസർ ചെക്ക് ചെയ്യുന്ന ആൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നോട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ 2 ടേബിളായിട്ട് തന്നിട്ടുണ്ട്. ഒരു ടേബിളിൽ ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ്റെ പെക്യുലാരിറ്റീസ് ആണ്, ഇവിടെ ഡബിൾ ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ്റെ പെക്യുലാരിറ്റീസ് ആണ്. ആദ്യം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ഡെഫിനിഷൻ എഴുതണം. എ ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ ഇസ് വൺ ഇൻ വിച്ച് എ മോർ റിയാക്റ്റീവ് എലമെൻറ്റ് ഡിസ്പ്ലേസസ് എ ലെസ് റിയാക്റ്റീവ് എലമെൻറ്റ് ഫ്രം ഇറ്റ്സ് കോമ്പൗണ്ട്. അപ്പോൾ അതിൻ്റെ ജനറൽ ഫോം എന്ന് പറയുന്നത് A+BC ഗിവ്സ് AC+B. അതാണ് അതിൻ്റെ ഒരു ജനറൽ ഫോം വരിക. ഇനി ഡബിൾ ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ഡബിൾ ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ ഇസ് വൺ ഇൻ വിച്ച് 2 കോമ്പൗണ്ട് എക്സ്ചേഞ്ചസ് അയോൺസ് ടു ഫോം 2 ന്യൂ കോമ്പൗണ്ട്സ്, ജനറൽ ഫോം. അപ്പോൾ ഇവിടെ ഇവർ തമ്മിൽ അയോൺസ് ഡിസ്പ്ലേസ് ചെയ്യും, അയോൺസ് എക്സ്ചേഞ്ച് ചെയ്യും, എന്നിട്ട് പുതിയ 2 പ്രൊഡക്റ്റ് ആയിട്ട് ഫോം ചെയ്യും. അപ്പോൾ അതാണ് ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ ആൻഡ് ഇതാണ് ഒരു ഡബിൾ ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ. ഇനി ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ്റെ കേസിൽ only one displacement takes place. ഇവിടെ ഒരു മോർ റിയാക്റ്റീവ് ആയിട്ടുള്ള മെറ്റൽ ലെസ് റിയാക്റ്റീവ് ആയിട്ടുള്ള മെറ്റലിനെ ഡിസ്പ്ലേസ് ചെയ്യുക, ഒരൊറ്റ ഡിസ്പ്ലേസ്മെൻറ്റ് അവിടെ നടക്കുന്നുള്ളൂ. പക്ഷേ ഇവിടെ 2 ഡിസ്പ്ലേസ്മെൻറ്റ് സൈമിൾട്ടേനിയസ്ലി നടക്കുന്നുണ്ട്. ഇനി അടുത്ത പോയിന്റ് നോക്കുകയാണെങ്കിൽ യൂഷ്വലി ഇൻവോൾവ്സ് എ മെറ്റൽ ഡിസ്പ്ലേസിങ് അനദർ മെറ്റൽ ഫ്രം ഇറ്റ് സാൾട്ട് സൊല്യൂഷൻ. മെയിൻലി ഒരു സാൾട്ട് സൊല്യൂഷനിൽ ഒരു മെറ്റൽ വേറൊരു മെറ്റലിനെ ഡിസ്പ്ലേസ് ചെയ്യുക. ഇപ്പോൾ കോപ്പറും അയണും തന്നിട്ടുണ്ടെങ്കിൽ അതിൽ ആർക്കാണോ റിയാക്ടിവിറ്റി കൂടുതൽ അയാൾ മറ്റേ ആൾ എന്ത് ചെയ്യും, ഡിസ്പ്ലേസ് ചെയ്യും. അടുത്തത് യൂഷ്വലി ഒക്കേഴ്സ് ബിറ്റ്വീൻ 2 അക്വസ് സാൾട്ട് സൊല്യൂഷൻ. 2 അക്വസ് സാൾട്ട് സൊല്യൂഷൻ തമ്മിലാണ് ഡബിൾ ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ നടക്കുക. നോ പ്രിസിപ്പിറ്റേറ്റ് ഇസ് ജനറലി ഫോം. ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷനിൽ ഒരു പ്രിസിപ്പിറ്റേറ്റും അവിടെ ഫോം ചെയ്യുന്നില്ല. പക്ഷേ ഡബിൾ ഡിസ്പ്ലേസ്മെൻറ്റിൽ എ പ്രിസിപ്പിറ്റേറ്റ് ഇസ് ഓഫൺ ഫോം. അവിടെ പ്രിസിപ്പിറ്റേറ്റ് ഫോം ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. ഈ ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷനുള്ള എക്സാമ്പിളാണ്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് എക്സാമ്പിൾ വേണം, ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ എന്നുള്ള എക്സാമ്പിൾ വേണം. അപ്പോൾ എക്സാമ്പിൾ ഇവിടെ തന്നിരിക്കുന്നത് സിങ്ക് പ്ലസ് കോപ്പർ സൾഫേറ്റ് ഗീവ്സ് സിങ്ക് സൾഫേറ്റ് പ്ലസ് കോപ്പർ. ഇത് ഓൾറെഡി ബാലൻസ്ഡ് ആണ്, അപ്പോൾ നമുക്ക് ബാലൻസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി ഡബിൾ ഡിസ്പ്ലേസ്മെൻറ്റ്. അപ്പോൾ ഇവിടെ ഡിസ്പ്ലേസ്മെൻറ്റ് എങ്ങനെയാണ് നടന്നത്, സിങ്ക് എന്ന് പറഞ്ഞാൽ മോർ റിയാക്റ്റീവ് ആയിട്ടുള്ള എലമെൻറ്റ് കോപ്പർ സൾഫേറ്റിലുള്ള കോപ്പറിനെ ഡിസ്പ്ലേസ് ചെയ്തിട്ട് കോപ്പർ സൾഫേറ്റിൻ്റെ സ്ഥലത്ത് വന്നിരുന്നത്. അങ്ങനെ നമുക്ക് സിങ്ക് സൾഫേറ്റും കോപ്പറും ആയിട്ട് നമുക്ക് കിട്ടി. ഈ ഡബിൾ ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ സോഡിയം സൾഫേറ്റ് പ്ലസ് ബാരിയം ക്ലോറൈഡ് ഗിവ്സ് ബേരിയം സൾഫേറ്റ് പ്ലസ് സോഡിയം ക്ലോറൈഡ്. അപ്പോൾ ഇവിടെയും ഇത് ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ തന്നെയാണ് തന്നിരിക്കുന്നത്. ഇവിടെയുള്ള സോഡിയം സൾഫേറ്റ് എന്ത് ചെയ്യും, ബാരിയം ക്ലോറൈഡായിട്ട് റിയാക്ട് ചെയ്തിട്ട് ബാരിയം ക്ലോറൈഡിൽ സോഡിയം ക്ലോറൈഡ് ഫോം ചെയ്യും, ഡിസ്പ്ലേസ് ചെയ്യും. അതേപോലെ സോഡിയം സൾഫേറ്റ് ബാരിയം സൾഫേറ്റ് ആയിട്ട് മാറും. ഓക്കെ, അപ്പോൾ ഇതാണ് ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷനും ഡബിൾ ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷനും തമ്മിലുള്ള ഒരു ടേബിളാർ ഫോമിലെ ഡിഫറൻസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 4 നോക്കാം. അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 4 എന്താ ചോദിക്കുന്നത്, വാട്ട് ചേഞ്ചസ് ഒബ്സർവ്ഡ് വെൻ കോപ്പർ പൗഡർ ഇസ് ഹീറ്റഡ് ഇൻ എ ചൈന ഡിഷ്, നെയിം ദ ഫിനോമിനൻ ആൻഡ് റൈറ്റ് ദ ബാലൻസ് റിയാക്ഷൻ. ഹൗ ഇസ് ദിസ് ഡിഫറെൻറ്റ് ഫ്രം ദ ചേഞ്ച് ഒബ്സർവ്ഡ് വെൻ കോപ്പർ വെയേഴ്സ് ലൂസ് ഷൈൻ ഇൻ മോയിസ്റ്റ് എയർ, നെയിം ദ കോട്ടിംഗ് ആൻഡ് ഇറ്റ്സ് കളർ. അപ്പോൾ ഇവിടെ 2 കേസിലും കോപ്പറിൽ തന്നെ നടക്കുന്ന റിയാക്ഷൻസ് ആണ്, പക്ഷേ 2 കേസിലും കളറിൽ ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2ലും ഉണ്ടാവുന്ന പ്രൊഡക്റ്റ് ഡിഫറെൻ്റ് ആണ്. ഫസ്റ്റ് കേസിൽ ഉണ്ടാവുന്ന പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോപ്പർ 2 ഓക്സൈഡ് ആണ്. സെക്കൻഡ് കേസിൽ ഉണ്ടാവുന്ന പ്രൊഡക്റ്റ് കോപ്പർ ഓക്സൈഡ് ആണ്. നമുക്ക് അതിൻ്റെ ആൻസർ നോക്കാം. When copper powder is heated in a china dish, its shiny brown surface turns black due to the formation of copper 2 oxide. ഒരു ചൈന ഡിഷിൽ ഒരു കോപ്പർ പൗഡർ നമ്മൾ ഹീറ്റ് ചെയ്യുകയാണെങ്കിൽ അത് ബ്ലാക്ക് കളറാവും, കാരണം അവിടെ ഫോം ചെയ്യുന്നത് കോപ്പർ 2 ഓക്സൈഡ് ആണ്. ആ റിയാക്ഷൻ ആണ് ഇവിടെ തന്നിരിക്കുന്നത്, കോപ്പർ പ്ലസ് ഓക്സിജൻ ഗിവ്സ് കോപ്പർ 2 ഓക്സൈഡ്. ഇനി അടുത്ത കേസ്, when copper wires are exposed to moist air, they lose shine and get coated with a green layer of basic copper carbonate. അവിടെ കോപ്പർ കാർബണേറ്റ് ആണ് ഫോം ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ അതിന് ഗ്രീൻ കളറാണ്. ആൻഡ് അവിടെ ഫോം ചെയ്യുന്നത് കോപ്പർ ഓക്സൈഡ് ആണ്. ഓക്കെ, ഇപ്പോൾ 2 കേസിലും നടക്കുന്ന കെമിക്കൽ റിയാക്ഷൻ ഡിഫറെൻ്റ് ആണ്. ഇനി നമുക്ക് അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 5 നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 5 പറയുന്നത് റൈറ്റ് ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻസ് ഫോർ ദ ഫോളോയിങ്. ഫസ്റ്റ് തന്നിരിക്കുന്നത് സ്റ്റീം പാസ്ഡ് ഓവർ റെഡ് ഹോട്ട് അയൺ, B natural gas burns in air, and C glucose reacts with oxygen in cells. അതിൻ്റെ ആൻസർ നോക്കാം. ആൻസർ steam passed over red hot iron. അയേണും സ്റ്റീമും തമ്മിലുള്ള റിയാക്ഷൻ. സ്റ്റീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കെമിക്കൽ എന്താ, വാട്ടർ തന്നെ. അപ്പോൾ വാട്ടറും അയേണും തമ്മിലുള്ള റിയാക്ഷൻ ആണ്. അത് നമുക്ക് ഉണ്ടാവുന്നത് അയണിൻ്റെ ഫെറിക് ഓക്സൈഡ് ആണ്. അയൺ 3 ഓക്സൈഡ് ആണ് ഇവിടെ ഉണ്ടാവുക, പ്ലസ് H2.
ഇനി അടുത്തത് നാച്ചുറൽ ഗ്യാസ് ബേൺസ് ഇൻ എയർ. നാച്ചുറൽ ഗ്യാസ് എന്ന് പറയുന്നത് മീഥെയിൻ ആണ്, CH4 എയറിൽ ബേൺ ചെയ്യുകയാണെങ്കിൽ ഓക്സിജൻ, ബേണിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഓക്സിജൻ ആയിട്ടുള്ള റിയാക്ഷൻ ആണ്. അപ്പോൾ ഓക്സിജൻ ആയിട്ട് റിയാക്ട് ചെയ്താൽ കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും എനർജിയും കിട്ടും. ഏതൊരു കാർബൺ കോമ്പൗണ്ടും ഓക്സിജൻ, അതായത് ബേണിംഗ് അല്ലെങ്കിൽ ഓക്സിജൻ ആയിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ എപ്പോഴും ബൈ പ്രൊഡക്റ്റ് വരിക കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും ആണ്, പ്ലസ് എനർജി റിലീസ് ചെയ്യും. അടുത്തത് ഗ്ലൂക്കോസ് റിയാക്ട്സ് വിത്ത് ഓക്സിജൻ ഇൻ സെൽസ്. റെസ്പിറേഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സാണ്. ഗ്ലൂക്കോസ് എന്ന് പറഞ്ഞാൽ കെമിക്കലി C6H12O6 ആണ്. അത് ഓക്സിജനായിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ കാർബൺ ഡൈ ഓക്സൈഡ്, വാട്ടർ, എനർജി സെയിം. അതായത് ഓക്സിജനായിട്ട് ഏതൊരു കാർബണിന്റെ കോമ്പൗണ്ട് റിയാക്ട് ചെയ്താലും നമുക്ക് കിട്ടുന്ന ബൈ പ്രൊഡക്റ്റ് കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും എനർജി ആയിരിക്കും. അതാണ് ഇവിടുത്തെ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻസ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Explain why respiration is considered an exothermic reaction. Give the chemical equation for this reaction. Respiration എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി ഒരു ബ്രേക്ക് ഡൗൺ റിയാക്ഷൻ ആണ്. റെസ്പിറേഷൻ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്ലൂക്കോസിനെ ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് എനർജി ഫോം ചെയ്യുക. അതാണ് റെസ്പിറേഷൻ എന്ന് പറഞ്ഞ ബയോളജിക്കൽ പ്രോസസ്സിൻ്റെ ഒരു ഡ്യൂട്ടി എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ നമുക്ക് കിട്ടുന്ന എനർജിയാണ് നമ്മളെ ബോഡി യൂട്ടിലൈസ് ചെയ്തിട്ട് ഗ്രോത്തിനും റിപ്പയറിനും മൂവ്മെൻറ്റിനൊക്കെ യൂട്ടിലൈസ് ചെയ്യുന്നത്. അപ്പോൾ റെസ്പിറേഷൻ ആക്ച്വലി ഒരു എക്സോതെർമിക് പ്രോസസ്സ് ആവാനുള്ള കാരണം അത് റെസ്പിറേഷൻ പ്രോസസ്സിൻ്റെ ബൈ പ്രൊഡക്റ്റ് ആയിട്ട് അവിടെ ഹീറ്റ് റിലീസ് ചെയ്യുന്നുണ്ട്. ഏതൊരു പ്രോസസ്സിലും ഹീറ്റ് റിലീസ് ചെയ്യാണ്, ബൈ പ്രൊഡക്റ്റ് ആയിട്ട് ഹീറ്റ് ഫോം ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു റിയാക്ഷൻ എക്സോതെർമിക് റിയാക്ഷൻ ആണ്. അപ്പോൾ നമുക്ക് ആൻസർ നോക്കാം. Respiration is considered an exothermic reaction because energy is released in the form of heat when glucose reacts with oxygen inside the cells of living organism. ഇനി ഈ റിലീസ്ഡ് എനർജിയാണ് നമ്മൾ ഓൾറെഡി പറഞ്ഞു ലൈഫ് പ്രോസസ് സച്ച് ആസ് ഗ്രോത്ത്, മൂവ്മെന്റ് ആൻഡ് റിപ്പയറിന് യൂസ് ചെയ്യുന്നത്. അതിൻ്റെ കെമിക്കൽ ഇക്വേഷൻ, ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ ആണ് ഇവിടെ തന്നിരിക്കുന്നത്. ഗ്ലൂക്കോസ് പ്ലസ് ഓക്സിജൻ ഗിവ്സ് കാർബൺ ഡൈ ഓക്സൈഡ് പ്ലസ് വാട്ടർ പ്ലസ് എനർജി. ദസ് റെസ്പിറേഷൻ ലിബറൈസ് എനർജി ആൻഡ് ഇറ്റ് ഈസ് ആൻ എക്സോതെർമിക് പ്രോസസ്. അതൊരു എക്സോതെർമിക് പ്രോസസ് ആണ്. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് 2025 ഈ ചാപ്റ്ററിൽ ചോദിച്ചത്. നമുക്ക് 2024 ക്വസ്റ്റ്യൻസ് നോക്കാം. ഇനി നമുക്ക് 2024 ക്വസ്റ്റ്യൻസ് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Select from the following decomposition reaction in which the source of energy for decomposition is light. ഇത് ടെക്സ്റ്റ് ബുക്കിൽ ഓൾറെഡി തന്നൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇവിടെ ലൈറ്റ് ഉപയോഗിച്ചിട്ട് ഡീകമ്പോസിഷൻ നടക്കുന്ന റിയാക്ഷൻ ഏതാണെന്നാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന 4 റിയാക്ഷൻസ് ഡീകമ്പോസിഷൻ റിയാക്ഷൻ, അതായത് ഒരു സിംഗിൾ റിയാക്റ്റൻറ്റ് സ്പ്ലിറ്റ് ചെയ്തിട്ട് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്രൊഡക്റ്റ് ഫോം ചെയ്യുന്ന റിയാക്ഷനാണ് ഡീകമ്പോസിഷൻ റിയാക്ഷൻ. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നതിൽ C ആണ് ലൈറ്റ് ഉപയോഗിച്ച് നടക്കുന്ന ഡീകമ്പോസിഷൻ റിയാക്ഷൻ. ഇലക്ട്രിസിറ്റി ഉപയോഗിച്ച് നടക്കുന്ന ഡീകമ്പോസിഷൻ റിയാക്ഷൻസ് ഉണ്ട്, സൺലൈറ്റിൻ്റെ പ്രസൻസിൽ നടക്കുന്നതുണ്ട്. അപ്പോൾ ഇവിടെ ലൈറ്റിൻ്റെ പ്രസൻസിൽ ഏതാണെന്ന് ചോദിക്കുക. ഓപ്ഷൻ C ആണ് കറക്റ്റ് ആൻസർ. എ ഡീകമ്പോസിഷൻ റിയാക്ഷൻ ഇസ് വെൻ എ കോമ്പൗണ്ട് ബ്രേക്സ് ഡൗൺ ഇൻ ടു സിംപ്ലർ സബ്സ്റ്റൻസസ്. ഓപ്ഷൻ C is the correct answer because it requires light energy to break down silver bromide into silver and bromine. Okay. അപ്പോൾ ബാക്കിയൊന്നും ലൈറ്റ് അല്ല എന്ത് ഡീകമ്പോസിഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഓപ്ഷൻ C ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ. നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 2 നോക്കാം. Select from the following a process in which a combination reaction is involved. ഇവിടെ 4 ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് റിയാക്ഷൻ സെനാരിയോസ് തന്നിട്ടുണ്ട്. ഇതിൽ ഏതാണ് കോമ്പിനേഷൻ റിയാക്ഷൻ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ കോമ്പിനേഷൻ റിയാക്ഷൻ ഇതിൽ ഏതാണെന്നാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ ഫസ്റ്റ് റിയാക്ഷൻ എന്ന് പറയുന്നത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോഗ്രാഫിയാണ്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോഗ്രാഫി എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഡീകമ്പോസിഷൻ റിയാക്ഷനുള്ള ഒരു എക്സാമ്പിളാണ്. ഇനി ബേണിംഗ് ഓഫ് കോൾ എന്ന് പറയുന്നത് ഒരു കോമ്പിനേഷൻ റിയാക്ഷൻ ആണ്. ഇനി ബേണിംഗ് ഓഫ് മീഥേനും ഡൈജഷൻ ഓഫ് ഫുഡ് എന്ന് പറഞ്ഞാൽ രണ്ടും ഒരു കമ്പഷൻ റിയാക്ഷൻ അല്ലെങ്കിൽ ഒരു എക്സോതെർമിക് റിയാക്ഷനുള്ള എക്സാമ്പിളാണ്. അപ്പോൾ ഇവിടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ബേണിംഗ് ഓഫ് കോൾ ആണ്. ബേണിംഗ് ഓഫ് കോൾ, ദിസ് ഇസ് എ കോമ്പിനേഷൻ റിയാക്ഷൻ ആസ് 2 സബ്സ്റ്റൻസസ് കമ്പൈൻ ടു ഫോം എ സിംഗിൾ പ്രൊഡക്റ്റ്. ഓക്കെ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 3. Consider the following cases. The case in which new products will form are. ഇതിൽ ഏതെല്ലാം പുതിയ പ്രൊഡക്റ്റ് ഫോം ചെയ്യുക. അപ്പോൾ ഇവിടെ നിങ്ങൾ 4 റിയാക്ഷൻസ് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. ഇവിടെ ഈ 4 എണ്ണത്തിലും നടക്കാൻ ചാൻസ് ഉള്ളത് ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ ആണ്. അപ്പോൾ ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഒരു മോർ റിയാക്റ്റീവ് മെറ്റൽ ലെസ് റിയാക്റ്റീവ് മെറ്റലിനെ ഡിസ്പ്ലേസ് ചെയ്യുക. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നതിൽ കാൽഷ്യം അലൂമിനിയം, കാൽഷ്യത്തിലും അലൂമിനിയത്തിലും കാൽഷ്യമാണ് മോർ റിയാക്റ്റീവ്. അപ്പോൾ ഈ കാൽഷ്യം ഒരിക്കലും എന്ത് ചെയ്യില്ല, ഈ അലൂമിനിയം ഒരിക്കലും എന്ത് ചെയ്യില്ല, കാൽഷ്യത്തിനെ പോയിട്ട് ഡിസ്പ്ലേസ് ചെയ്യൂല. കാരണം ഇവിടെ കാൽഷ്യമാണ് മോർ റിയാക്റ്റീവ് മെറ്റലായിട്ട് വരുന്നത്. അടുത്തത് കോപ്പറും കാൽഷ്യത്തിൻ്റെ കേസിൽ കാൽഷ്യമാണ് മോർ റിയാക്റ്റീവ്. അപ്പോൾ ഇവിടെ ഡിസ്പ്ലേസ്മെൻറ്റ് നടക്കും. എന്നിട്ട് നമുക്ക് എന്ത് കിട്ടും, കാൽഷ്യം സൾഫേറ്റ് പ്ലസ് കോപ്പർ കിട്ടും. അപ്പം ബിയിൽ റിയാക്ഷൻ പോസിബിൾ ആണ്. ഇനി C നോക്കാം. അയൺ സൾഫേറ്റും കോപ്പറും. അയൺ സൾഫേറ്റിലും കോപ്പറിലും അയൺ ആണ് എന്ത്
കൂടുതൽ റിയാക്റ്റീവ്, മോർ റിയാക്റ്റീവ് മെറ്റൽ അയേൺ ആണ്. അപ്പോൾ ഇവിടെ ഡിസ്പ്ലേസ്മെൻറ്റ് നടക്കൂല. ഈ സിങ്ക് സൾഫേറ്റും മഗ്നീഷ്യം ആണ് മോർ റിയാക്റ്റീവ്. അപ്പോൾ ഇവിടെ റിയാക്ഷൻ നടക്കും. മഗ്നീഷ്യം എന്ത് ചെയ്യും? ഡിസ്പ്ലേസ് ചെയ്തിട്ട് മഗ്നീഷ്യം സൾഫേറ്റും സിങ്കും ആയിട്ട് ഫോം ചെയ്യും. അപ്പോൾ ഏതാണോ കൂടുതൽ റിയാക്റ്റീവ് അത് മാത്രമേ ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ നടക്കുള്ളൂ. റിയാക്റ്റീവ് അല്ലെങ്കിൽ അവിടെ ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ നടക്കില്ല. അപ്പോൾ റിയാക്ടിവിറ്റി സീരീസ് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുണ്ട്. റിയാക്ടിവിറ്റി സീരീസ് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ അതിൻ്റെ ആൻസർ ആണ് ഓപ്ഷൻ ഡി. ബി ആൻഡ് ഡി ആണ് കറക്റ്റ് ഓപ്ഷൻ. ന്യൂ പ്രൊഡക്ട്സ് വിൽ ഫോം വെൻ എ മോർ റിയാക്റ്റീവ് മെറ്റൽ ഡിസ്പ്ലേസസ് എ ലെസ് റിയാക്റ്റീവ് മെറ്റൽ ഫ്രം ഇറ്റ്സ് കോമ്പൗണ്ട്. ഇൻ ബി ആൻഡ് ഡി, കാൽഷ്യം ആൻഡ് മഗ്നീഷ്യം ആർ മോർ റിയാക്റ്റീവ് ദാൻ കോപ്പർ ആൻഡ് സിങ്ക്, സോ ദേ വിൽ സക്സസ്ഫുള്ളി ഡിസ്പ്ലേസ് ദം, റിസൾട്ടിങ് ഇൻ ഫോമിങ് ന്യൂ പ്രൊഡക്റ്റ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഓപ്ഷൻ ക്വസ്റ്റ്യൻ നമ്പർ 3ൻ്റെ ആൻസർ. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 4 നോക്കാം. ഐഡന്റിഫൈ ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് അബൌട്ട് ദ ഫോളോയിങ് റിയാക്ഷൻ. ഇവിടെ ഒരു റിയാക്ഷൻ തന്നിട്ടുണ്ട്. ഈ റിയാക്ഷൻ എന്ന് പറഞ്ഞത് ഓക്സിഡേഷൻ റിയാക്ഷൻ ആണ്, ഒരു റിഡക്സ് റിയാക്ഷൻ ആണ്. ഓക്സിഡേഷനും നടക്കുന്നുണ്ട്, റിഡക്ഷനും നടക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് നോക്കാം. അപ്പോൾ സ്റ്റേറ്റ്മെന്റ് എല്ലാം ഓക്സിഡൈസിങ് ഏജന്റ് ഏതാണ്, റെഡ്യൂസിങ് ഏജന്റ് ഏതാണ്, അതിൻ്റെ ബേസിസിലാണ്. അപ്പോൾ നമുക്ക് ഈ റിയാക്ഷൻ നോക്കാം. ഈ റിയാക്ഷൻ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും, ഫസ്റ്റ് ഹൈഡ്രജൻ സൾഫൈഡ് എന്തായിട്ട് മാറുകയാണ്. ഇവിടെ ഹൈഡ്രജൻ സൾഫൈഡും സൾഫർ ഡയോക്സൈഡും തമ്മിൽ റിയാക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് വാട്ടറും സൾഫറും ഫോം ചെയ്യുന്ന ഒരു റിയാക്ഷനാണ്. അപ്പോൾ ഈ റിയാക്ഷൻ എന്താ സംഭവിക്കുന്നത്? ഇവിടെ ഈ ഹൈഡ്രജൻ സൾഫൈഡ് വാട്ടർ ആയിട്ട് മാറുമ്പോൾ ഹൈഡ്രജൻ ഓക്സിജനെ കിട്ടി. അപ്പോൾ ഓക്സിജനെ കിട്ടി എന്ന് പറയുന്ന പ്രോസസ്സ് എന്താ? ഓക്സിഡേഷൻ ആണ്. അപ്പോൾ ഓക്സിഡേഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സാണ് ഹൈഡ്രജന് നടക്കുന്നത്. ഈ സൾഫർ ഡയോക്സൈഡിനാണെങ്കിലോ ഓക്സിജൻ പോയി. അപ്പോൾ ഇവിടെ നടക്കുന്ന പ്രോസസ്സ് എന്താണ്? റിഡക്ഷൻ ആണ്. ഇവിടെ ഓക്സിഡേഷനും ഇവിടെ റിഡക്ഷനും. ആർക്കാണോ ഓക്സിജനെ കിട്ടിയത് അവരെന്താ ശരിക്കും അണ്ടർഗോ ചെയ്യുന്ന ഓക്സിഡേഷൻ ആണ്. അപ്പോൾ അവരാണ് എന്ത് പ്രോസസ്സ്? അവർക്ക് റിഡക്ഷൻ ആണ് നടക്കുന്നതെങ്കിലും അവർ ഹെൽപ്പ് ചെയ്യാണ് ഓക്സിഡേഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സിന്. അപ്പോൾ ഓക്സിഡൈസിങ് ഏജന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഓക്സിഡേഷൻ നടക്കാൻ വേണ്ടി അവർ സഹായിക്കും, പക്ഷെ അവർക്ക് നടക്കുക റിഡക്ഷൻ ആണ്. അപ്പോൾ ഓരോ സ്റ്റേറ്റ്മെന്റ് നോക്കാം. ഹൈഡ്രജൻ സൾഫൈഡ് ഇസ് ഓക്സിഡൈസിങ് ഏജന്റ് ആൻഡ് സൾഫർ ഡയോക്സൈഡ് ഇസ് റെഡ്യൂസിങ് ഏജന്റ്. ഹൈഡ്രജൻ സൾഫൈഡ് ഇസ് ഓക്സിഡൈസിങ് ഏജന്റ് ആണോ? അല്ല. കാരണം ഹൈഡ്രജൻ സൾഫൈഡ് എന്ന് പറയുന്നത് റെഡ്യൂസിങ് ഏജന്റ് ആണ്, അതിന് നടക്കുന്നത് ഓക്സിഡേഷൻ ആണ്. അപ്പോൾ ഹൈഡ്രജൻ സൾഫൈഡ് ഇസ് റെഡ്യൂസിങ് ഏജന്റ് ആൻഡ് സൾഫർ ഡയോക്സൈഡ് ഇസ് ഓക്സിഡൈസിങ് ഏജന്റ്. ഓപ്ഷൻ സി, സ്റ്റേറ്റ്മെന്റ് സി ആണ് ഇവിടെ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് വരുന്നത്. അപ്പോൾ ഓപ്ഷൻ സി ആണ് ഇവിടുത്തെ ആൻസർ. അപ്പോൾ അതിൻ്റെ എക്സ്പ്ലനേഷൻ ആണ് താഴെ തന്നിരിക്കുന്നത്. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 5 നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് റിയാക്ഷൻ ഇസ് ഡിഫറെൻറ്റ് ഫ്രം ദ റിമൈനിങ് 3? അപ്പോൾ നമുക്ക് താഴെ തന്നിരിക്കുന്ന 4 റിയാക്ഷൻ നോക്കാം. ഫസ്റ്റ് റിയാക്ഷൻ എന്ന് പറയുന്നത് സോഡിയം ക്ലോറൈഡും സിൽവർ നൈട്രേറ്റും കമ്പൈൻ ചെയ്തിട്ട് സിൽവർ ക്ലോറൈഡും സോഡിയം നൈട്രേറ്റും ഫോം ചെയ്യുന്നു. അടുത്തത് കാൽഷ്യം ഓക്സൈഡും വാട്ടറും കമ്പൈൻ ചെയ്തിട്ട് കാൽഷ്യം ഹൈഡ്രോക്സൈഡ് ഫോം ചെയ്യുന്നു. അടുത്തത് പൊട്ടാഷ്യം നൈട്രേറ്റും സൾഫ്യൂരിക് ആസിഡും കമ്പൈൻ ചെയ്തിട്ട് പിന്നെ പൊട്ടാഷ്യം ബൈസൾഫേറ്റും HNO3 നൈട്രിക് ആസിഡും ഫോം ചെയ്യുന്നു. സിങ്ക് ക്ലോറൈഡും ഹൈഡ്രജൻ സൾഫൈഡും കമ്പൈൻ ചെയ്തിട്ട് സിങ്ക് സൾഫൈഡും ഹൈഡ്രോക്ലോറിക് ആസിഡും ഫോം ചെയ്യുന്നു. അപ്പോൾ ഈ 4 റിയാക്ഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിലെ ഓപ്ഷൻ ബി മാത്രം എന്താണ്? ഒരു കോമ്പിനേഷൻ റിയാക്ഷനാണ്. ബാക്കി 3 നടക്കുന്നത് ഡബിൾ ഡിസ്പ്ലേസ്മെന്റ് ആണ്. ഇവിടെ കാണാം, ഇവിടെ സോഡിയം ഇവിടെ ഡിസ്പ്ലേസ് ആയിട്ട് ഇവിടെ നമുക്ക് സോഡിയം നൈട്രേറ്റ് ഫോം ചെയ്യുന്നുണ്ട്. സിൽവർ ഇവിടേക്ക് വന്നിട്ട് AgCl ഫോം ചെയ്യുന്നുണ്ട്. സെയിം ഇവിടെ നടക്കുന്നത് ഡബിൾ ഡിസ്പ്ലേസ്മെന്റ് ആണ്. പൊട്ടാഷ്യം ഡിസ്പ്ലേസ് ചെയ്ത് പൊട്ടാഷ്യം ആരുടെ കൂടെ പോകുന്നുണ്ട്? സൾഫ്യൂരിക് ആസിഡിന്റെ കൂടെ പോയിട്ടുണ്ട്. ഇവിടെ ആണെങ്കിൽ നൈട്രിക് ആസിഡ്, ഹൈഡ്രജനും നൈട്രേറ്റും തമ്മിൽ റിയാക്ട് ചെയ്തിട്ട് നൈട്രിക് ആസിഡ് ഫോം ചെയ്യുന്നു. ഇവിടെ സിങ്ക് ക്ലോറൈഡും ഹൈഡ്രജൻ സൾഫൈഡും റിയാക്ട് ചെയ്തിട്ട് സിങ്ക് സൾഫൈഡിന്റെ കൂടെയും ഹൈഡ്രജൻ ക്ലോറിന്റെ കൂടെയും. അപ്പോൾ ബാക്കി 3 കേസിൽ നടക്കുന്നത് ഡബിൾ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ ആണ്. ഓപ്ഷൻ ബിയിൽ മാത്രം നടക്കുന്നത് കോമ്പിനേഷൻ റിയാക്ഷൻ ആണ്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ. ഓപ്ഷൻ ബി. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് സിങ്ക് പ്ലസ് അസറ്റിക് ആസിഡ് ഗിവ്സ് സിങ്ക് അസറ്റേറ്റ് പ്ലസ് ഹൈഡ്രജൻ. The above reaction is an example of decomposition, displacement, double displacement, combination. സിമ്പിൾ ആണ്. ഇവിടെ സിങ്ക് എന്ന് പറയുന്ന മോർ റിയാക്റ്റീവ് മെറ്റൽ നമ്മളുടെ അസറ്റിക് ആസിഡിൽ ഡിസ്പ്ലേസ് ചെയ്തിട്ട് സിങ്ക് അസറ്റേറ്റ് ഫോം ചെയ്യാണ്. ഇതെന്തിനുള്ള എക്സാമ്പിളാണ്? ഒരു ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷനുള്ള എക്സാമ്പിളാണ്. ഓപ്ഷൻ ബി ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷനുള്ള എക്സാമ്പിളാണ്. അപ്പോൾ ഇതും ഇറ്റ്സെൽഫ് നമുക്ക് മനസ്സിലായി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നമ്മൾ 2025 ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്ത പോലത്തെ ഒരു ക്വസ്റ്റ്യൻ ആണ്. അത് ബാലൻസ് ചെയ്യാനാണ് നമ്മളുടെ ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പോൾ നമുക്ക് ബാലൻസ് ചെയ്യാൻ തന്നിട്ടുണ്ട്. എന്നിട്ട് ഇതിലെ കോഎഫിഷ്യൻസ് ആയ എക്സും വൈയും സെറ്റും എന്താണ് എന്നാണ് ക്വസ്റ്റ്യൻ.
അപ്പോൾ നമ്മൾ ആദ്യം സ്കെലിറ്റൽ ഫോർമുല ചെയ്യണം. എന്നിട്ട് നമുക്ക് LCM വെച്ച് കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ അസ്യൂം മെത്തേഡ് യൂസ് ചെയ്യാം. ഇവിടെ x2 ആണെന്ന്, അതായത് ഓരോരോ ഓപ്ഷൻസ് ഇട്ട് നോക്കാം. അപ്പോൾ x2 ആണെന്ന് ഇട്ട് നോക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുക 2ZNO 4NO2 2 in ZNO 8 in O2 റിമൈനിങ് 2 from O2. അങ്ങനെ നമ്മൾ വെരിഫൈ ചെയ്യുക. അപ്പോൾ അത് കറക്റ്റായി വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു 2 2 4 എന്നുള്ള ഓപ്ഷനാണ് കറക്റ്റ് ആൻസർ. അപ്പോൾ നമുക്ക് ഓൾറെഡി ഓപ്ഷൻ തരുന്നത് MCQസിൻ്റെ കേസിൽ നമ്മൾ ബാലൻസ് ചെയ്യാണ്ട് നമുക്ക് സിമ്പിളായിട്ട് ആൻസർ തരണമെങ്കിൽ നമ്മൾ ഓരോരോ ഓപ്ഷൻ അതിലിട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, ആൻസർ കിട്ടും. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് 2024 നോക്കാനുള്ളത്. ഇനി നമുക്ക് 2023 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. ഇനി നമുക്ക് 2023 ചോദിച്ച ക്വസ്റ്റ്യൻസ് നോക്കാം. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ അസേർഷൻ റീസൺ ക്വസ്റ്റ്യൻ ആണ്. അസേർഷൻ തന്നിരിക്കുന്നത് ദ കളർ ഓഫ് അക്വസ് സൊല്യൂഷൻ ഓഫ് കോപ്പർ സൾഫൈഡ് ടേൺസ് കളർലെസ് വെൻ എ പീസ് ഓഫ് ലെഡ് ഇസ് ആഡഡ് ടു ഇറ്റ്. റീസൺ ലെഡ് ഇസ് മോർ റിയാക്റ്റീവ് ദാൻ കോപ്പർ ആൻഡ് ഹെൻസ് ഡിസ്പ്ലേസസ് കോപ്പർ ഫ്രം ഇറ്റ് സാൾട്ട് സൊല്യൂഷൻ. അപ്പോൾ നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും. ഫസ്റ്റ് അസേർഷൻ തന്നിരിക്കുന്നത് കളർ ഓഫ് അക്വസ് സൊല്യൂഷൻ ഓഫ് കോപ്പർ സൾഫൈഡ്. ഇവിടെ നടക്കുന്ന റിയാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോപ്പർ സൾഫേറ്റിലേക്ക് ലെഡ് ഇടുകയാണ്. കോപ്പർ സൾഫേറ്റിലേക്ക് ലെഡ് ഇട്ട് കഴിഞ്ഞാൽ എന്താ കിട്ടുക, കോപ്പറിനേക്കാണ് റിയാക്ടിവിറ്റി കൂടിയ മെറ്റലാണ് ലെഡ്. അപ്പോൾ ലെഡ് എന്ത് ചെയ്യും, കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനിൽ നിന്ന് ഡിസ്പ്ലേസ് ചെയ്തിട്ട് അവിടെ ലെഡ് വന്നിരിക്കും. അപ്പോൾ ലെഡ് സൾഫേറ്റ് പ്ലസ് കോപ്പർ എന്ന് പറഞ്ഞിട്ടാണ് നമുക്ക് പ്രൊഡക്റ്റ് കിട്ടുക. ലെഡ് സൾഫേറ്റ് പ്ലസ് കോപ്പർ. അപ്പം നമുക്ക് എന്ത് കിട്ടും, ഇവിടെ നടക്കുന്നത് ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ ആണ്. അപ്പോൾ ഈ ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ നടക്കുന്നതിനെ കൊണ്ട് അവിടെ കളർ ചേഞ്ച് ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ കളർ ചേഞ്ച് എങ്ങനെയാണ് വരുന്നത്, കോപ്പർ സൾഫേറ്റ് നമുക്ക് ഓൾറെഡി അറിയാം, കോപ്പർ എന്ന് പറയുന്നത് ബ്ലൂ കളറാണ്. അപ്പോൾ കോപ്പർ സൾഫേറ്റ് എന്ന് പറയുന്നത് ഒരു ബ്ലൂ കളറാണ്. ഇനി ലെഡ് ഇതിലേക്ക് ആഡ് ചെയ്യുമ്പോൾ അവിടെ ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ നടക്കുകയും ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ്റെ റിസൾട്ടായിട്ട് നമുക്ക് കിട്ടുന്ന ലെഡ് സൾഫേറ്റ് കളർലെസ്, അപ്പോൾ കോപ്പറിനെ ഡിസ്പ്ലേസ് ചെയ്ത് അപ്പോൾ നമുക്ക് കിട്ടുക ഒരു കളർലെസ് സൊല്യൂഷനാണ്. ഓക്കെ, അപ്പോൾ നമ്മളുടെ ഓപ്ഷൻ എന്ന് പറയുന്നത് അസേർഷൻ കറക്റ്റാണ്, റീസണും കറക്റ്റാണ്. ഇനി ലെഡ് മോർ റിയാക്റ്റീവ് ദാൻ കോപ്പർ ആയതുകൊണ്ടാണ് ഈ ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ ഇവിടെ നടക്കുന്നത്. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ്റെ ഏറ്റവും വലിയ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് മോർ റിയാക്റ്റീവ് എലമെൻറ്റ് അല്ലെങ്കിൽ മോർ റിയാക്റ്റീവ് മെറ്റലാണ് ഡിസ്പ്ലേസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ അസേർഷൻ ആൻഡ് റീസൺ ഈസ് കറക്റ്റ് ആൻഡ് റീസൺ ഇസ് എ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് അസേർഷൻ. സോ ഓപ്ഷൻ എ എന്നാണ് കറക്റ്റ്. ബോത്ത് അസേർഷൻ ആൻഡ് റീസൺ ആർ ട്രൂ ആൻഡ് റീസൺ ഇസ് എ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് അസേർഷൻ. ആൻഡ് എക്സ്പ്ലനേഷൻ ആണ് ഇവിടെ തന്നിരിക്കുന്നത്. നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 2 പോകാം. In the experimental setup given below, it is observed that on passing the gas produced in the reaction in the solution X, the solution X first turns milky and then colorless. അപ്പോൾ ഇവിടെ ഒരു എക്സ്പെരിമെൻ്റൽ സെറ്റപ്പ് ഇവിടെ തന്നിട്ടുണ്ട്. നമ്മളിതിൽ നോക്കുകയാണെങ്കിൽ നോക്കാം, ഇവിടെ ഒരു ടെസ്റ്റ് ട്യൂബ് ഉണ്ട്. ഈ ടെസ്റ്റ് ട്യൂബിൻ്റെ അകത്ത് ഡൈല്യൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡ് ഉണ്ട്. പിന്നെ വേറൊരു ടെസ്റ്റ് ട്യൂബിലുള്ള എന്തോ ഒരു സാധനം ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. ഇതാണ് നമ്മുടെ റിയാക്ഷൻ സെറ്റപ്പ് ഉള്ളത്. അപ്പോൾ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഇൻ ദ റിയാക്ഷൻ എക്സ്പെരിമെൻ്റൽ സെറ്റപ്പ് ഇറ്റ് ഈസ് ഒബ്സർവ്ഡ് ദാറ്റ് on passing the gas produced in the reaction in the solution X. ഈ സൊല്യൂഷൻ ഇവിടെ ഒരു എക്സ് എന്ന് പറഞ്ഞ സൊല്യൂഷൻ തന്നിട്ടുണ്ട്. അതിലൂടെ നമ്മൾ എന്തോ ഗ്യാസ് പാസ് ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് അത് മിൽക്കി ആവുകയാണ്, പിന്നെ അത് കളർലെസ് ആവുകയാണ്. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് ഓപ്ഷൻസ് നോക്കാം. The option that justify the given observation is that X is aqueous calcium hydroxide. X aqueous calcium hydroxide ആണ്, അതായത് സ്ലാക്ഡ് ലൈൻ ഓർ CaOH ട്വൈസ്, അതാണ് എക്സ് എന്ന് തന്നിട്ടുണ്ട്. ഇനി നമ്മളുടെ ഓപ്ഷൻസ് നോക്കാം. അപ്പോൾ എക്സ് കാൽഷ്യം ഹൈഡ്രോക്സൈഡ് എന്തുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോഴാണ് ഫസ്റ്റ് ഒരു മിൽക്കിയും പിന്നെ അത് കളർലെസ്സും ആയി മാറുന്നതെന്നാണ്. അപ്പോൾ നമ്മളുടെ ഓപ്ഷൻസ് പറയുന്നത് it turns milky due to carbon dioxide gas liberated in the reaction and after some time it becomes colorless due to the formation of calcium carbonate. Option B, it turns milky due to the formation of calcium carbonate and on passing excess of carbon dioxide it becomes colorless due to the formation of calcium hydrogen carbonate which is soluble in water. Option C, it turns milky due to the passing of carbon dioxide through it. It turns colorless on further passing carbon dioxide. Sodium hydrogen carbonate is formed which is soluble in water. സോഡിയം ഒന്നും ഫോം ചെയ്യില്ല, കാരണം ഇവിടെ ഓൾറെഡി നമ്മൾ കാൽഷ്യം ആയിട്ടുള്ള. അപ്പോൾ അത് ഓപ്ഷൻ സി എൻറ്റയർലി റോങ് ആണ്, നമുക്ക് മനസ്സിലായി. The carbon dioxide liberated during the reaction turns lime water milky due to the formation of calcium hydrogen carbonate and after some time it turns colorless due to the formation of calcium carbonate which is soluble in water. നമുക്ക് ഇതിൻ്റെ ആൻസർ നോക്കാം. ഇതിൻ്റെ ആൻസർ നോക്കുകയാണെങ്കിൽ കാർബൺ ഡയോക്സൈഡ് നമ്മൾ അക്വസ് കാൽഷ്യം
കാർബൺ ഡൈ ഓക്സൈഡ് നമ്മൾ അക്വസ് കാൽഷ്യം ഹൈഡ്രോക്സൈഡ് ലൈം വാട്ടറുമായിട്ട് മിക്സ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആദ്യം കിട്ടുക കാൽഷ്യം കാർബണേറ്റ് ആണ്. ഇനി ഈ കാൽഷ്യം കാർബണേറ്റ് നമ്മൾ ഫർദർ കാർബൺ ഡൈ ഓക്സൈഡായിട്ട് ട്രീറ്റ് ചെയ്യുന്ന സമയത്ത് ഈ കാൽഷ്യം കാർബണേറ്റും കാർബൺ ഡൈ ഓക്സൈഡും റിയാക്ട് ചെയ്തിട്ട് കാൽഷ്യം ഹൈഡ്രജൻ കാർബണേറ്റ് ഓർ കാൽഷ്യം ഹൈഡ്രജൻ കാർബണേറ്റ് ഓർ കാൽഷ്യം ബൈകാർബണേറ്റ് ഫോം ചെയ്യും. അത് ഇൻസോലുബിൾ അല്ല, അത് സോലുബിൾ ഇൻ വാട്ടർ ആണ്. ഫസ്റ്റ് ഫോം ചെയ്യുന്ന കാൽഷ്യം കാർബണേറ്റ് ഇൻസോലുബിൾ ഇൻ വാട്ടർ ആണ്, അതുകൊണ്ടാണ് അതിൽ മിൽക്കി ആയത്. ഫർദർ ഫോം ചെയ്യുന്ന ഹൈഡ്രജൻ കാർബണേറ്റ് ഓർ ബൈകാർബണേറ്റ് സോലുബിൾ ഇൻ വാട്ടർ ആണ്, അതുകൊണ്ടാണ് അത് കളർലെസ് ആയത്. അപ്പോൾ ഓപ്ഷൻ ബി ആൻസർ സി ആണ് ഇതിലെ കറക്റ്റ് ആൻസർ. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യനും ഒരു ഫിഗർ തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ദ എമിഷൻ ഓഫ് ബ്രൗൺ ഫ്യൂംസ് ഇൻ ദ ഗിവൺ എക്സ്പെരിമെൻ്റൽ സെറ്റപ്പ് ഇസ് ഡ്യൂ ടു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും, ഇവിടെ ലെഡ് നൈട്രേറ്റ് ഒരു ടെസ്റ്റ് ട്യൂബിൽ ലെഡ് നൈട്രേറ്റ് ഉണ്ട്. ആ ടെസ്റ്റ് ട്യൂബിനെ നമ്മളിങ്ങനെ ഒരു ബൺസൺ ബർണർ വെച്ചിട്ട് കത്തിക്കുകയാണ്. കത്തിക്കുന്ന സമയത്ത് ബ്രൗൺ ഫ്യൂംസ് റിലീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ബ്രൗൺ ഫ്യൂംസ് റിലീസ് ചെയ്യുന്നത്? ഇവിടുത്തെ റിയാക്ഷനാണ് നമ്മൾ അറിയുന്നത്. ലെഡ് നൈട്രേറ്റ് ബേൺ ചെയ്താൽ അവിടെ ഡീകമ്പോസിഷൻ റിയാക്ഷനാണ് നടക്കുന്നത്. ബേൺ ചെയ്താൽ നമുക്ക് എന്താ കിട്ടുക? ലെഡ് ഓക്സൈഡും നൈട്രജൻ ഡൈ ഓക്സൈഡും ഓക്സിജനുമാണ് കിട്ടുക. അപ്പോൾ ഈ ലെഡ് ഓക്സൈഡിന് യെല്ലോ കളറാണ്, ഈ നൈട്രജൻ ഡൈ ഓക്സൈഡിന് എന്താണ്? ബ്രൗൺ കളറാണ്. ഈ ബ്രൗൺ കളറുള്ള ഫ്യൂംസ് എന്ന് പറയുന്നത് എന്താണ്? നൈട്രജൻ ഡൈ ഓക്സൈഡാണ്. ഓപ്ഷൻ ബി നോക്ക്, തെർമൽ ഡീകമ്പോസിഷൻ ഓഫ് ലെഡ് നൈട്രേറ്റ് വിച്ച് പ്രൊഡ്യൂസസ് ബ്രൗൺ ഫ്യൂംസ് ഓഫ് ലെഡ് ഓക്സൈഡ് ആണോ? തെറ്റാണ്. തെർമൽ ഡീകമ്പോസിഷൻ ഓഫ് ലെഡ് നൈട്രേറ്റ് വിച്ച് പ്രൊഡ്യൂസസ് ബ്രൗൺ ഫ്യൂംസ് ഓഫ് നൈട്രജൻ ഡൈ ഓക്സൈഡ്. ഓപ്ഷൻ എ ആണ് ഇവിടുത്തെ കറക്റ്റ് ഓപ്ഷൻ. ഇനി സി നോക്കുകയാണെങ്കിൽ ഓക്സിഡേഷൻ ഓഫ് ലെഡ് നൈട്രേറ്റ് ഫോമിങ് ലെഡ് ഓക്സൈഡ് ആൻഡ് നൈട്രജൻ ഡൈ ഓക്സൈഡ്. തെറ്റാണ്. ഓക്സിഡേഷൻ ഓഫ് ലെഡ് നൈട്രേറ്റ് ഫോമിങ് ലെഡ് ഓക്സൈഡ് ആൻഡ് ഓക്സിജൻ, അതും തെറ്റാണ്. അപ്പോൾ ഓപ്ഷൻ എ ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ. ഓക്കെ, ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. അതിൻ്റെ റിയാക്ഷൻ ഇവിടെ തന്നിരിക്കുന്നുണ്ട്. ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ ആണ് ഇവിടെ തന്നിരിക്കുന്നത്. ഓക്കെ, നമ്മളുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ ഷോയിങ് ദ റിയാക്ഷൻ ബിറ്റ്വീൻ ക്യുക്ക് ലൈം ആൻഡ് വാട്ടർ. ക്യുക്ക് ലൈമും വാട്ടറും തമ്മിലുള്ള റിയാക്ഷനാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ് ക്യുക്ക് ലൈം? ക്യുക്ക് ലൈം എന്ന് പറയുന്നത് കാൽഷ്യം ഓക്സൈഡിനെയാണ്. കാൽഷ്യം ഓക്സൈഡിനെയാണ് ക്യുക്ക് ലൈം എന്ന് പറയാം. സ്ലാക്ക്ഡ് ലൈം എന്ന് പറയുന്നത് കാൽഷ്യം ഹൈഡ്രോക്സൈഡ് ആണ്. ക്യുക്ക് ലൈമും വാട്ടറും തമ്മിലുള്ള റിയാക്ഷൻ ചോദിച്ചിരിക്കുന്നത്. ക്യുക്ക് ലൈമും വാട്ടറിനും റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ കാൽഷ്യം ഹൈഡ്രോക്സൈഡും ഹീറ്റും ആണ് പ്രൊഡ്യൂസ് ചെയ്യുക. ഓപ്ഷൻ സി ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ. Option C. The balanced chemical equation for the reaction between cuke lime and water is calcium oxide plus water gives calcium hydroxide and heat. In this reaction, cuke lime reacts with water to form calcium hydroxide, which is known as slacked lime, and releases heat. This makes option C the correct answer as it accurately represents the products and the heat released during the reaction. Okay, ഇതാണ്. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് 2023 നോക്കാനുള്ളത്. അപ്പോൾ നമ്മൾ 3 ഇയറിലുള്ള ക്വസ്റ്റ്യൻസ് നോക്കി. ഓക്കെ, അപ്പോൾ നമ്മൾ 3 ഇയറിലുള്ള ക്വസ്റ്റ്യൻസ് നോക്കി. അപ്പോൾ ഇനിയും നിങ്ങൾ കൂടുതൽ ക്വസ്റ്റ്യൻസ് നോക്കണം. കുറേ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്താൽ ഈ ചാപ്റ്റർ തറോ ആവുള്ളൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ ഹാപ്പി സ്കൂൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.